നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണയെ തോൽപ്പിച്ച അത്ലറ്റിക്കോ മാഡ്രിഡ് സ്ക്വാഡിന് ലൂയിസ് സുവാരസിൻ്റെ വക ട്രീറ്റ്. എക്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണത്. എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ? ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ FC ബാഴ്സലോണയെ 2-1 അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയുടെ മൈതാനത്തിട്ട് തോൽപ്പിച്ചു. ഇപ്പോൾ ഡിയേഗോ സിമിയോണി കോച്ചായി വന്നിട്ട് ആദ്യമായിട്ടാണ് ഹോം ഗ്രൗണ്ടിൽ ബാഴ്സ അവരോട് തോൽക്കുന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോൽക്കുന്നത്. അതായത് സിമിയോണിയുടെ ആദ്യ വിജയം, ബാഴ്സലോണയിൽ പോയിട്ടുള്ള ആദ്യ വിജയം. എന്തായാലും അവസാന ഘട്ടത്തിലെ സ്വർലത്തിൻ്റെ ഗോളാണ് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. നന്നായി കളിച്ചത് ബാഴ്സയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗോളടിച്ചെങ്കിലേ വിജയിക്കൂ. ഇവിടെ ബാഴ്സലോണയുടെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും താരമായിരുന്നു ലൂയിസ് സുവാരസ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ലാലിഗയിൽ കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡിലായിരുന്നു. ബാഴ്സയിലാണ്, പക്ഷേ നീണ്ട കാലം, ഒരു 6-7 വർഷക്കാലം അദ്ദേഹം ബാഴ്സയിലുണ്ടായിരുന്നു. 2014 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ മെസ്സിയുടെ കട്ടച്ചങ്കാണ്. പക്ഷെ ആ കട്ടച്ചങ്കിനെ റൊണാൾഡോ കുമാൻ വന്ന ഘട്ടത്തിൽ, കോച്ചായി വന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിവാക്കിയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് ശരിക്കും വെറുപ്പിച്ചാണ് പറഞ്ഞു വിട്ടത്. ഒടുവിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയി. അവിടെയും മികച്ച പ്രകടനം, അവിടെ കിരീടം ചൂടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹത്തോടൊപ്പം കളിച്ച കുറച്ച് താരങ്ങളെങ്കിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ബാഴ്സലോണയുടെ സ്ക്വാഡിലോ ടെർ സ്റ്റെഗൻ അല്ലാതെ ആരുമില്ല. ടെർ സ്റ്റെഗൻ പരിക്കേറ്റ് പുറത്തുമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ബാഴ്സലോണയെ അത്ലറ്റിക്കോ മാഡ്രിഡ് തോൽപ്പിക്കുകയും ചെയ്യുന്നു. ലൂയിസ് സുവാരസിൻ്റെ റെസ്റ്റോറൻ്റായ ചാലിറ്റോയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരങ്ങൾക്ക് ഫുഡ് നൽകുന്നു, ട്രീറ്റ് കൊടുക്കുന്നു. ആ ഒരു ഫുഡ് കവറിൻ്റെ ചിത്രവും മറ്റുമൊക്കെ അവരുടെ താരങ്ങൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ചാലിറ്റോ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ സ്റ്റോറിയൊക്കെ ആക്കിയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഫുഡ് കൊടുക്കുന്ന അവരുടെ ടീം ബസ്സും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഫുഡിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻ്റായ ചാലിറ്റോയിൽ നിന്നാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഫുഡ് സമ്മാനിച്ചിരിക്കുന്നത്. അതാണ് ഒരു ട്രീറ്റ് എന്ന രൂപത്തിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഈ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്. ആ അർത്ഥത്തിൽ അതിനെ കാണേണ്ടതുള്ളൂ. പക്ഷേ ഈ ഒരു വശം കൂടി കാണുന്നവരുണ്ട്. താൻ ഏറെക്കാലം കളിച്ച ബാഴ്സലോണയെ അത്ലറ്റിക്കോ മാഡ്രിഡ് തോൽപ്പിച്ച ഘട്ടത്തിലാണ് സുവാരസിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഫുഡ് കൊടുത്ത് ട്രീറ്റ് കൊടുക്കുന്നത്. ഏതായാലും ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പൊട്ടി ലാലിഗയിൽ 1-ാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.